ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ തൊടിയിലൊക്കെ ഉള്ള കുറച്ച് ചീര ഒക്കെ പറിച്ച് നമുക്ക് തോരൻ വെച്ചാലോ. ഇത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കേട്ടോ. ഇതിന് നിങ്ങളുടെ അവിടെ എന്തോ പറയുന്നത്? ഇവിടെ ഞങ്ങൾ പറയുന്നത് നെയ്ക്കുമ്പളങ്ങ എന്ന. ഇത്രയും വലിയ കുമ്പളങ്ങ ആയത് ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. നല്ല വളമൊക്കെ ഇട്ടുകൊണ്ട്. പിന്നെ ഞാൻ പറിച്ചത് ഇത് പർപ്പിൾ ചീര. ഇത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തോ പറയണേ? ഇത് നല്ല ടേസ്റ്റാണ്. മറ്റേ ആ ഒരു റെഡ് കളർ ചീര ഉണ്ടല്ലോ, ആ ഒരു ചീരയുടെ ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റ് ആണെങ്കിൽ അതേപോലൊക്കെ കളർ വരും ഈ ചീരയ്ക്ക്. നല്ല ടേസ്റ്റാണ്. അന്നേരം നമ്മുടെയൊക്കെ തൊടിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തുമായാലും ഒരു തോരൻ വെക്കാനുള്ള എന്തായാലും കിട്ടും. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കൊണ്ട് തോരൻ വെക്കാനുള്ള പല വെറൈറ്റി ചീരകളൊക്കെ. അന്നേരം താഴത്തെ വീട്ടിൽ നിന്നായിരുന്നു പറിച്ച്. അവിടുന്ന് അപ്പുറത്തെ വീട്ടിൽ പോയപ്പോൾ എന്താണ്ട് അവിടെ കണ്ടു നന്നായിട്ട് ജമന്തി അല്ല, അതിനെന്തുമായിരുന്നു പറയണേ, ബന്ദി എന്ന് പറയും. അന്നേരം ആ വീട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് കോവലിൻ്റെ ഇലയും കിട്ടി. അന്നേരം കോവലിൻ്റെ ഇലയും പറിച്ച്. കോവലിൻ്റെ തളിര് ഇലയാണ് തോരൻ വെക്കാൻ നല്ലത്. ഷുഗറിനൊക്കെ ഏറ്റവും നല്ലതാണ് കോവലിൻ്റെ ഇലയും കോവയ്ക്കായും ഒക്കെ. പിന്നെ അതും കുറച്ച് പറിച്ചു. നോക്കിയപ്പോഴത്തേക്കോ അവിടെ കുറച്ച് കാന്താരിമുളകുണ്ടായിരുന്നു. അന്നേരം ഈ ചീരത്തോരനൊക്കെ കാന്താരിമുളകാണ് ടേസ്റ്റ്. കുറച്ച് കാന്താരിമുളകും പറിച്ചു. പിന്നെ ഒരു ചെറുതനം, ഇത് നല്ല ചൊറിച്ചിൽ വരും കയ്യിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ. ചൂടുവെള്ളത്തിൽ ഇട്ടാൽ മതി, എന്നിട്ട് അരിയാണ്. പിന്നെ കുറച്ച് പാൽച്ചീര കിട്ടി ആ വീട്ടിൽ നിന്ന് തന്നെ. അതും മൊത്തവും പറിച്ചു ഞാൻ. പിന്നെ അവിടുന്നും പറിച്ചു. നന്നായിട്ട് കിട്ടി കേട്ടോ. 6 ഇല കിട്ടി തോരൻ വെക്കാൻ. അത് ഞാൻ എല്ലാം ഒടിച്ചു. പിന്നെ ഇത് പൊന്നാരി വീരനാണ്, പേര് പോലൊക്കെ വീരൻ ചീര, നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് വേലിച്ചീര എന്ന് പറയും ഇത്. അതിൻ്റെ വീഡിയോ എടുത്ത് കണ്ടില്ല. മൈസൂർ ചീര, വേലിച്ചീര എന്ന് പറഞ്ഞാൽ അങ്ങനെ 6 ഇലകൾ കിട്ടിയിട്ടുണ്ട്. അന്നേരം ഞാൻ നന്നായിട്ടത് കഴുകി, ചിലന്തി വലി അങ്ങനെയൊക്കെ കാണുമല്ലോ, നന്നായിട്ട് കഴുകിയിട്ട് ഒരു പേപ്പറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നത് അതിൻ്റെ വെള്ളമൊക്കെ പോകും അതിൻ്റെ. അന്നേരം ഞാൻ അതിനകത്തിട്ടിട്ട് കുറച്ച് നേരം ഇട്ടാൽ മതി, പേപ്പറിലൊന്ന് മടക്കി വെച്ചിരുന്നാലും മതി, നന്നായിട്ട് വെള്ളമൊക്കെ പോകും. ഇത് ഞാൻ രാത്രിയിലായിരുന്നു എടുത്തത് കേട്ടോ. അന്നേരം ഞാനത് നന്നായിട്ട് ചെറുതായിട്ടെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് ചീര, ജീരകം, മഞ്ഞൾപ്പൊടി, കാന്താരിമുളക്, വെളുത്തുള്ളി, ഇത്രയും കൂടെ ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം. ഞാൻ മിക്സിയിലെടുത്തത്. അരകില അടിച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റ്. ഒന്ന് ചതച്ചെടുത്താൽ മതി, ഒന്ന് കറക്കുക. അവിയലിനൊക്കെ എടുക്കുന്ന പോലെ കാണാൻ തോരൻ്റെ ആ ഒരു രീതി. അതെല്ലാവർക്കും അറിയാമായിരിക്കില്ല. അന്നേരം ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് കടുകിടാം. ചില ആൾക്കാരൊക്കെ കടുകിന് പകരം അരിയൊക്കെ ഇടുമല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അന്നേരം ഞാൻ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഉലുവ, ഞാൻ എന്ത് തോരൻ വെച്ചാലും ഉലുവ ഇടും. അതെനിക്ക് അതിന് പ്രത്യേക നല്ലൊരു ടേസ്റ്റാണത്. അതൊന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ചീര ഇട്ട് കൊടുക്കുക. അന്നേരം നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലിലോട്ട് ബാക്കിയുള്ള ചീര ഇട്ട് കൊടുത്ത് വിശാലം ഉപ്പും കൂടി ഇടുക. ആവശ്യത്തിന് ഉപ്പ്. ഈ ഇലയൊക്കെ തോരൻ വെക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് കുറവായിരിക്കും നമ്മൾ തോരൻ വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതനുസരിച്ച് ഉപ്പിടണം. അന്നേരം ഞാനിപ്പം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ബാക്കി ചീരയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതിൻ്റെ മേലിലോട്ട് വെക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം, പേരിന് ആ ഒരു ജാറ് കഴുകി ഒരു 2 സ്പൂൺ വെള്ളത്തോളം, അത്രയൊക്കെ മതി. എന്നിട്ട് നമുക്ക് തീ കുറച്ചിട്ടിട്ട് അടച്ച് വെക്കാം. ആവിയിൽ പെട്ടെന്ന് വേവുമല്ലോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചീരത്തോരനും ചമ്മന്തിയൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കർക്കിടക മാസമാകുമ്പോൾ നമ്മൾ എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരാനും ചാൻസ് ഉള്ള മാസമാണ് കർക്കിടക മാസം. അപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, ആഹാരം കഴിക്കുക. വെള്ളം. അന്നേരം അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.